ഞാനിന്നൊരു അടിപൊളി സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം നീ കണ്ടേ? വീർ, അകത്തേക്ക് വാ. ഇതില് കുളിപ്പിക്കാൻ പറ്റുമോ? അതേലും മാത്രല്ല, ഞാനിപ്പോ എല്ലാത്തിലും കൊള്ളിപ്പിക്കും. ദേ പിടിച്ചോ. ഞാനിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എനിക്ക് വിശക്കൊന്നുണ്ട്. എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വരാം. നോക്ക്, ആ ബസ്സിന് തീ പിടിച്ചു. ആരെങ്കിലും എന്റെ കുട്ടിയെ ഒന്ന് രക്ഷിക്കണം. എന്റെ കുഞ്ഞിപ്പോൾ അകത്താണ്. കുഞ്ഞകത്താണെന്നോ? വീർ, കുഞ്ഞിനെ രക്ഷിച്ചേ പറ്റൂ. എന്റെ കുഞ്ഞ്. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഓൺ. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഓൺ. നിങ്ങളുടെ കുഞ്ഞ്. താങ്ക് യു വെരി മച്ച്. വീർ, നിന്റെ കൈയൊന്ന് ശരിയാക്കേ. അപ്പൂപ്പ എന്തായി ചെയ്യുന്നേ? മോനെ, നിനക്ക് വേണ്ടി ഞാനൊരു ഫയർ സൂട്ട് റെഡിയാക്കുക. എപ്പോഴെങ്കിലും തീക്കിടയിൽ പോകേണ്ടി വന്നാൽ നിനക്ക് അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും നിനക്ക് ഈ സൂട്ട് അണിയേണ്ടി വരുമ്പോ അപ്പ പറയേ ഫയർ സൂട്ട് ഓൺ എന്ന് പറയേ. അപ്പ ഈ സൂട്ട് തന്നെത്താനെ വന്നോളൂ. നീ എന്തിനാണ് എന്റെ പിന്നാലെ തന്നെ നടക്കുന്നത്?
ബോസ്, ഞാൻ നിങ്ങളുടെ ഫോളോവറാണ്. നിങ്ങൾ എവിടെ പോയാലും അവിടെയൊക്കെ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് വരാറുണ്ട്. നിന്നെ കൊണ്ടൊക്കെ എന്തിനെങ്കിലും കൊള്ളൂടാ. ഇത്രയും നാളായിട്ട് ആ പ്രേം സഹായുടെ റോബോട്ടിനെ പിടിക്കാൻ നിങ്ങൾക്കൊന്നും സാധിച്ചില്ല. ഇനി എന്റെ കൺമുമ്പിൽ കണ്ടാ പോയിക്കോളുക. ഫുർസത് ഗഞ്ചിൽ റോബോട്ട് എക്സിബിഷൻ നടക്കുകയാണ്. പല നാടുകളിൽ നിന്നും ജനങ്ങൾ അവരെ റോബോട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. വീടിനെ അറിഞ്ഞോ, ഇന്ന് ഇവിടുത്തെ പുതിയ പവർ പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി വരുന്നുണ്ടെന്ന്. ഇതൊരു വളരെ നല്ല കാര്യമാണല്ലോ ഇംലി. പിന്നെ ഈ ഫുർസത് ഗഞ്ചിൽ പവർ കട്ടൊന്നും ഉണ്ടാവുകയില്ല. വരൂ കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് പേസ്ട്രീസ് റെഡിയാക്കിയിട്ടുണ്ട്. ആരൊക്കെയാ കഴിക്കുന്നേ? അതെ അപ്പൂപ്പ, ഭക്ഷണ സാധനങ്ങൾ എവിടെയുണ്ടോ ജിൻഡു ചേട്ടൻ അവിടെയുണ്ട്. അപ്പൂപ്പ, എനിക്ക് അപ്പൂപ്പനെ മാത്രമേ ഇവിടെ വിശ്വാസമുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് അപ്പൂപ്പന് തരുന്നേ. അപ്പൂപ്പൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം പ്ലീസ്. അവർക്ക് എന്നെ സംശയമുണ്ട്, അതുകൊണ്ട് അവരെന്നെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. ഇതാ കുട്ടികളെ, ഈ പേസ്ട്രീസ് കഴിക്കും. വീർ, ഏതോ ഒരാൾ വന്നിട്ട് ഈ ലെറ്റർ തന്നിട്ട് പോയി. കേൾക്ക്, ഞാനിത് വായിക്കാം. ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ ഫുർസത് ഗഞ്ചിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഫുർസത് ഗഞ്ചിന്റെ നന്മയാണ് എന്റെ ലക്ഷ്യം. ഞാനിവിടെ ആർക്കു വേണ്ടിയാണോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാൾ ഇന്ന് പവർ പ്ലാന്റില് രാവിലെ 11 മണിക്ക് മന്ത്രി സാർ വന്ന് റിബൺ കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ആ പ്ലാന്റ് മൊത്തം നശിപ്പിക്കാനാണ് പ്ലാൻ. ദയവ് ചെയ്ത് ആ പവർ പ്ലാന്റിനെ രക്ഷിക്കണം. ഈ കത്തിന്റെ ഒപ്പം ഒരു ചിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ അയാളുടെ ഫോട്ടോസും പിന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അവനാണ് ബ്ലാസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ആരെയും നിങ്ങൾ വിശ്വസിക്കരുത്. അപ്പൂപ്പ, ആ ചിപ്പ് എവിടെ പോയി? താഴെയൊന്ന് നോക്ക്. ചിലപ്പോ എൻവലപ്പ് തുറന്നപ്പോ താഴെ വീണ് കാണും. 11 മണിയാകാൻ നീ അരമണിക്കൂറേ ബാക്കിയുള്ളൂ. ഞാൻ പവർ പ്ലാന്റിലേക്ക് പോവാ. നിങ്ങൾ ആ ചിപ്പ് തേടി കണ്ടെത്ത്. ചിപ്പ് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ജിൻടു ആ ബോംബ് ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ? അല്ല എമിലി, ബോംബുകൾ പല തരത്തിലുണ്ട്. ഒരുപക്ഷെ ആ ബോംബ് അനങ്ങുമ്പോൾ തന്നെ പൊട്ടിപ്പോയാലോ. അതുകൊണ്ട് അയാളെ തേടി കണ്ടുപിടിക്കുന്നത് അത്യാവശ്യമാണ്. വരൂ എമിലി, നീ എന്നോടൊപ്പം വാ. ജിൻടു, നമ്മളൊരു മൈക്രോ ചിപ്പ് അന്വേഷിക്കുന്നേ. അത് ഈ സാധനങ്ങളുടെ ഇടയിൽ എവിടെങ്കിലും വീണ് പോയിട്ടുണ്ടാവും. മാജിക് ഉപയോഗിച്ച് അതെങ്ങനെങ്കിലും കണ്ടുപിടിക്കേ. നീ എന്താ നോക്കി നിൽക്കുന്ന വീർ? എന്നെ ഒന്ന് രക്ഷിക്കേ. വീർ, എന്റെ എയർപ്ലെയിൻ കണ്ടോ? ഇതാ എന്റെ എയർപ്ലെയിൻ കണ്ടോ നീ? നിങ്ങൾ രണ്ടുപേരും എന്തിനാ എയറോപ്ലെയിൻ ഉണ്ടായിക്കൊണ്ട് വന്നത്? ഇന്ന് സ്കൂളില് എയറോനോട്ടിക്സ് കോമ്പറ്റീഷനാ. ഞങ്ങളതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ എയറോനോട്ടിക്സ് കോമ്പറ്റീഷൻ എന്ന് വെച്ചാ എന്താ? ഈ കോമ്പറ്റീഷനിൽ ആളുകള് ചെറിയ ചെറിയ എയറോപ്ലെയിൻസ് ഉണ്ടാക്കി പറപ്പിക്കും. ആര് കൊണ്ടുവരുന്ന പ്ലെയിൻ ആണോ ഏറ്റവും ഭംഗിയുള്ള, ഏതാണോ ഏറ്റവും കൂടുതൽ പറക്കുന്നത്, അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും. എന്താ വീർ, ഇന്ന് നീ എന്നോട് ഏറ്റുമുട്ടാൻ വരുന്നുണ്ടോ? ആരുടെ പ്ലെയിനാ ജയിക്കുന്നെന്ന് നമുക്ക് നോക്കിയാലോ? അതിനെന്താ, വരൂ. എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാകുന്നില്ല. എന്റെ സ്വപ്നം എപ്പോഴാണ് സഫലമാകുന്നത്? ബോസ്, അങ്ങയുടെ സ്വപ്നം തീർച്ചയായും സഫലമാകും. അത് ഇന്ന് തന്നെ സംഭവിക്കുകയും ചെയ്യും. ഇന്ന് ഫുർസത് ഗഞ്ചില് ഒരു എയറോനോട്ടിക് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഗുലിമാൽ ഒപ്പിക്കാൻ വേണ്ടി ഞാനൊരു പൈലറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ഇന്ന് വീറിനെ പിടികൂടിയിരിക്കും. എനിക്കിതുപോലൊരു പൈലറ്റിനെ ഒന്നും ആവശ്യമില്ല. എന്റെ ആവശ്യം പ്രേം സഹായുടെ റോബോട്ടിനെ കിട്ടുക എന്നതാണ്.
ദിസ് ഈസ് ഗ്ലാഡ്, വെരി വെരി ഗ്ലാഡ്. എന്റെ കൈവശം ഒരു ഐഡിയയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കൂ പൈലറ്റ്. നീ നിന്റെ പ്ലെയിനുകൾ ഉപയോഗിച്ച് പ്രേം സഹായുടെ റോബോട്ടിനെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുപോവാ.